നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ടെക്നോളജി ലെവൽ വെച്ച് നമുക്കിപ്പോൾ അത്യാവശ്യം കുറേ കാര്യങ്ങൾ AI ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യണേൽ ChatGPT ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രൊജക്റ്റ് മാത്രമല്ല നമുക്ക് ഫുൾ ഒരു പ്രോഗ്രാം ഇപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യണതിൻ്റെ കോഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാം വരെ ചെയ്തു തരും. പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കി തരും ChatGPT. പക്ഷേ ആ പവർ പോയിന്റ് യൂസ് ചെയ്യണമെന്നുള്ളൂ. നമുക്ക് സർവ്വ കാര്യം ChatGPT ചെയ്തു തരും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഡീപ് ഫേക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്ന സോറ എന്ന് പറഞ്ഞ AI. അങ്ങനത്തെ ഇഷ്ടം പോലെ പല ടൈപ്പ് AIകൾ ഇപ്പോൾ ഇഷ്ടം പോലെയുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ ഒരു പുതിയ ടൈപ്പ് ഓഫ് AI നമ്മുടെ റീസെൻ്റ്ലി ഒരു വലിയൊരു ഗെയിമിംഗ് കമ്പനി ആയിട്ട് ലോഞ്ച് ചെയ്തു. വേറെ ആരും അല്ലാതെ നമ്മുടെ പഴയ ലെജൻഡായിരുന്ന EA ഗെയിംസ് ഈ ഇടയ്ക്ക് അവരുടെ ഒരു ഇൻസ്റ്റൻറ്റ് ഗെയിമിംഗ് എന്നും പറഞ്ഞൊരു AIയുടെ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. EAക്കാരുടെ ആ ഇൻസ്റ്റൻറ്റ് ഗെയിമിങ്ങിൻ്റെ ആ ഒരു ലോഞ്ച് വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും എനിക്കിപ്പോഴും അതങ്ങ് ഫുള്ളി സത്യമാണെന്ന് എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്കും ഒരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റാണ് അവർ കാണിച്ചേക്കുന്നത് ഇതിൻ്റകത്ത്. സംഭവം ഇത്രേ ഉള്ളൂ. നമുക്ക് ഒരു ഗെയിം നമുക്ക് തന്നെ ഒരു ഗെയിം ഉണ്ടാക്കാം. നമുക്ക് പ്രത്യേകിച്ച് കോഡിങ്ങൊന്നും അറിയണ്ട, ആർട്ട് വർക്കൊന്നും അറിയണ്ട, വരയ്ക്കാനും അറിയണ്ട, പ്രത്യേകിച്ചൊന്നും അറിയണ്ട. നമുക്ക് പറയുന്ന ഒരു പ്രോംപ്റ്റ് വെച്ച് നമ്മൾ ChatGPTയോട് ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഗെയിം ഉണ്ടാക്കാം എന്നാണ് അവരുടെ കറന്റ് കോൺസെപ്റ്റിൽ അവർ വീഡിയോ കാണിച്ചേക്കുന്നത്. അതെന്തേരം പ്രാബല്യത്തിലാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും അവർ കാണിച്ചേക്കുന്ന ആ വീഡിയോയുടെ ആ ഒരു സ്റ്റൈൽ എനിക്കിഷ്ടപ്പെട്ടു. ആ ഒരു ഉദ്ദേശിക്കുന്ന പരിപാടി എനിക്കിഷ്ടപ്പെട്ടു. കാരണം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കാം. നമുക്കിപ്പോൾ ഒരു സാധാരണ നമുക്ക് ഗെയിമേഴ്സ് ആകുമ്പോൾ ചിലപ്പോൾ ഒരാൾക്കൊരു നല്ല ഐഡിയ വളരെ അടിപൊളി നല്ലൊരു ഗെയിമിൻ്റെ ഐഡിയ ഉണ്ടാവും. പക്ഷേ പുള്ളിക്ക് ചിലപ്പോൾ അത് കോഡ് ചെയ്യാനുള്ള കഴിവോ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറേ കാശ് വേണം. ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കോഡ് ചെയ്യണം, അതിൻ്റകത്ത് ആർട്ട് വർക്ക് വരയ്ക്കണം. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നല്ല ചിലവുള്ള പരിപാടിയാണ്. കുറേ നമുക്ക് എക്സ്പെർട്ടീസും പല കാര്യങ്ങളും വേണം ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് എല്ലാവർക്കും ആർക്ക് വേണേലും ഭാവിയിലും ഇപ്പം ഈ അടുത്തെങ്ങും നടക്കുന്നൊന്നുമല്ല. ഫ്യൂച്ചറിൽ ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് ഐഡിയ വെച്ച് നമുക്ക് തന്നെ ഒരു ഗെയിം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതൊരു നമുക്കൊരു ഗെയിമേഴ്സിൻ്റെ നിലയ്ക്ക് ഞാൻ നോക്കിയിട്ട് അത് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പം നല്ല നല്ല ഗെയിംസ് സാധാരണക്കാരന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനികൾ ഉണ്ടാക്കുന്ന ഗെയിംസ് നമ്മുടെ ഇപ്പോഴത്തെ ട്രിപ്പിൾ എ ടൈറ്റിൽ ഗെയിംസ് കുറച്ചുകൂടെ നന്നാണെന്ന് തോന്നുന്നു. കാരണം സാധാരണക്കാരൻ ഉണ്ടാവണേക്കാളും വെറുതെ ഒരുത്തൻ വീട്ടിൽ ഇരുന്നൊരു ടൂൾ വെച്ച് ഉണ്ടാക്കിയിരുന്ന ഗെയിമിൻ്റെ ഒപ്പം അവർക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കച്ചവടമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല ഗെയിം അവർക്ക് കാശ് ലാഭം ഉണ്ടാക്കണമെങ്കിൽ നല്ല ഗെയിം ഉണ്ടാക്കാൻ വേണ്ടി അവർ നല്ല ഗെയിംസ് വരും. അതൊരു കോമ്പറ്റീഷൻ്റെ ഒരു ഒരു കാര്യം നമുക്ക് അങ്ങനെ ആലോചിച്ചാൽ മതി. കറന്റ്ലി പറഞ്ഞേക്കുന്നത് ഇത് ഫുൾ ഫ്ലെഡ്ജ്ഡ് സാധനമല്ല. വരാൻ പറ്റുന്നു എന്നുള്ളൊരു ഐഡിയ വളരെ നല്ല ഐഡിയ. ഇപ്പം അവർ പറഞ്ഞേക്കുന്ന അവരുടെ അതിൻ്റെ അകത്തുള്ള മോഡൽസ് EAക്കാർ കറന്റ്ലി EA ഗെയിംസിൽ യൂസ് ചെയ്യുന്ന മോഡൽസ് എല്ലാം അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. അവർ യൂസ് ചെയ്യുന്ന ഫിസിക്സ് അങ്ങനത്തെ ഒരു കുറേ ബിൽഡിംഗ് ബ്ലോക്സ് തന്നിട്ട് നമുക്കത് വെച്ച് കുറേ കാര്യങ്ങളുണ്ടാക്കാം. ലിമിറ്റഡ് ആയിരിക്കും ഇതിപ്പോൾ റിലീസായാലും ഇത് അത്രയും വലിയ അഡ്വാൻസ് ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഫിക്ഷണൽ ക്യാരക്ടറിൻ്റെ രൂപം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സിസ്റ്റം ചിലപ്പോൾ നിന്ന് കത്തും. അത് വേറൊരു കാര്യം. പിന്നെ വേറെ കാര്യം എവിടെയെന്ന് പറഞ്ഞാൽ ഇത് റെൻഡർ ചെയ്യണമല്ലോ എന്തായാലും. റെൻഡർ ചെയ്യണമെങ്കിൽ ഇത്ര നല്ല ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഒത്തിരി റെൻഡറിംഗ് ഒക്കെ കപ്പാസിറ്റി ഉള്ളത് നമുക്ക് എൻ്റെ ഒരു ഊഹം വെച്ച് എന്തായാലും നല്ലൊരു സിസ്റ്റം ഇല്ലാതെ റെൻഡറിംഗ് ആയാലും തൽക്കാലം ഈ അടുത്തൊന്നും നടക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ വഴി നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഓൺലൈൻ നമ്മൾ ഡാറ്റ അയച്ചിട്ട് ആ ഡാറ്റ തിരിച്ചു വന്നിട്ട് അത് മൊത്തം ഡൗൺലോഡ് ചെയ്യുക അതും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവർ കറൻറ്റ്ലി ഉദ്ദേശിക്കുന്നത് ഇതൊരു ടൂളായിട്ടാണ്. അപ്പോൾ EAയുടെ കയ്യിൽ എയുടെ മെയിൻ കൺട്രോൾ EAയുടെ കയ്യിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി ടൂൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ടൂൾ വെച്ച് നമ്മളിപ്പോൾ അഡോബ് ഫോട്ടോഷോപ്പ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യണ പോലെ എല്ലാവർക്കും ഗെയിം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൂൾ പോലെ എന്നുള്ളൊരു ക്രിയേഷനിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഐഡിയ ഏതായാലും കൊള്ളാം. ഇതിന് നല്ല കാര്യമുണ്ട്, ചീത്ത കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഗെയിം കമ്പനികൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗെയിം ഡെവലപ്മെൻറ്റ് കമ്പനികൾ എസ്പെഷ്യലി കുഞ്ഞു കുഞ്ഞു കമ്പനികൾക്ക് ഇച്ചിരിയും ബുദ്ധിമുട്ടായിരിക്കും കോമ്പറ്റീഷനിൽ പിടിച്ചിരിക്കാൻ വേണ്ടി. പക്ഷേ ആ സമയത്ത് ഇത് രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ EAക്കിനും ഗെയിം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ സാധനം മാത്രം വിറ്റ് അവർക്ക് ജീവിക്കാം. കാരണം അതേതായാലും കാണിച്ച ബുദ്ധി വളരെ സ്ട്രാറ്റജിക്കൽ ബുദ്ധിയാണത്. ഏതായാലും വെച്ച് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ടൂൾ ഇറക്കും. അത് EAക്കാർ തന്നെ നേരത്തെ ഇറക്കി അതങ്ങ് മോണോപ്പൊളൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ കോമ്പറ്റീഷൻ ഇല്ല. അതുകൊണ്ട് കോൺസെപ്റ്റ് കൊള്ളാം. പക്ഷേ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ EAക്ക് നഷ്ടമൊന്നുമില്ല. കാരണം EAക്ക് ഇപ്പോൾ ഓൾറെഡി ഗെയിംസ് ഉണ്ട്. അവർക്ക് വേറെ അവരുടെ ഓൾറെഡി കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് അവരേതായാലും ഇത് ട്രൈ ചെയ്തത് നല്ല കാര്യമാണ്. ഇത് അവർക്ക് നല്ലതാണ്, നമുക്ക് നല്ലതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഗെയിംസ് നമുക്കിപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് നമുക്ക് തന്നെ ഉണ്ടാക്കി നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഗെയിം ഉണ്ടാക്കി നമുക്ക് കൂട്ടുകാരെ കളിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗെയിം ഉണ്ടാക്കി കളിക്കുക. അത് അല്ലെങ്കിൽ നല്ല ഗെയിം നമ്മുടെ മനസ്സിലായിട്ട് ഉണ്ടെങ്കിൽ നല്ല ഗെയിംസ് ഉണ്ടാക്കി വിടുക. കുറേ പുതിയ നല്ല ഗെയിം ക്രിയേറ്റേഴ്സും ഗെയിംസും വരാൻ നല്ല ചാൻസ് ഉള്ളൊരു ടെക്നോളജിയാണിത്. ഏതായാലും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഫേസിലാണ്. നമുക്ക് കണ്ടറിയാം ഇതെങ്ങോട്ട് പോവും. ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പുതിയ പുതിയ ടെക്നോളജികൾ പോലെ ഇനി ഇത് ARഉം VRൊക്കെ വന്നിട്ട് അത് കുറേ നാൾ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. മുമ്പോട്ട് വലിയ വലിയ ഡെവലപ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഇതും നമുക്ക് കണ്ടറിയാം. ഇത് തൽക്കാലത്തേക്കുള്ളൊരു ചെറിയൊരു സെറ്റപ്പാണോ അതോ ഇനി ഇത് ശരിക്കും ഇംപ്ലിമെൻ്റ് ആവുമോ എന്ന് നമുക്കേതായാലും കണ്ടറിയാം. ഏതായാലും ഞാൻ പറയാനുള്ളത് വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണിത്.